ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ഗ്രേറ്റിക്കൽ ടെക്കിന്റെ മല്ലു മാർക്കറ്റ് പ്രൊഫൈൽ പ്രീ മാർക്കറ്റ് റിപ്പോർട്ടിലേക്ക് ഏവർക്കും സ്വാഗതം. നാളെ മാർക്കറ്റ് ഗ്യാപ്പ് അപ്പ് നിഫ്റ്റി 24,200, ബാങ്ക് നിഫ്റ്റി 51,600 വരുമോ? ഈ രണ്ട് കാര്യങ്ങൾ വെച്ചുകൊണ്ടുള്ള മാർക്കറ്റ് പ്രൊഫൈലിന്റെ കഴിഞ്ഞ ഈ മിനിങ്ങാന്നത്തെ വെള്ളിയാഴ്ചത്തെ മാർക്കറ്റ് പ്രൊഫൈൽ അനാലിസിസും നാളത്തെ മാർക്കറ്റ് പ്രൊഫൈലിന്റെ ടാർഗറ്റ്സ് മുകളിലോട്ടും താഴോട്ടുള്ള ടാർഗറ്റ്സ് ഒക്കെയാണ് ഈ വീഡിയോയിൽ ഞാൻ പറയുന്നത്. സോ എല്ലാവർക്കും ഒരിക്കൽ കൂടി ഗ്രേറ്റിക്കൽ ടെക്കിന്റെ മാർക്കറ്റ് പ്രൊഫൈൽ റിപ്പോർട്ടിലേക്ക് ഏവർക്കും സ്വാഗതം. നമുക്ക് നോക്കേണ്ടത് ഇന്നലെ ശനിയാഴ്ച വന്ന മഹാരാഷ്ട്ര ഇലക്ഷൻ റിസൾട്ട് നമ്മുടെ സ്റ്റോക്ക് മാർക്കറ്റിന് പോസിറ്റീവായ രീതിയിലാണ് വന്നിരിക്കുന്നത്. കാരണം ഏറ്റവും കൂടുതൽ MLA സീറ്റുകളുള്ള ഒരു സംസ്ഥാനമാണ് മഹാരാഷ്ട്ര. അതുകൂടാതെ ഇന്ത്യയുടെ ഫിനാൻഷ്യൽ ക്യാപിറ്റലും കൂടിയാണ്. സോ അവിടെ ഒരു കഴിഞ്ഞ ഭരിച്ചുവിടുന്ന പാർട്ടി തന്നെ കൂടുതൽ ഭൂരിപക്ഷത്തോടെ വരുന്നത് സ്റ്റോക്ക് മാർക്കറ്റിന് നല്ലതാണ്. കാരണം ഒരു അൺസർട്ടനിറ്റിക്ക് പകരം ഒരു സെർട്ടൻ ആയിട്ടുള്ള ഒരു കാര്യം സംഭവിക്കുന്നു. അതുകൂടാതെ സെൻട്രൽ ഗവൺമെന്റുമായിട്ട് ചേർന്നുള്ള പാർട്ടി തന്നെയാണ് വരുന്നത് വെച്ചാൽ കുറച്ചും കൂടെ എന്താണ് ഭരണത്തിലിരിക്കുന്ന പാർട്ടിക്ക് കൂടുതൽ ഒരു സപ്പോർട്ട് നൽകുന്ന രീതിയിലാണ് ഇലക്ഷൻസ് എല്ലാം വന്നിരിക്കുന്നത്. അപ്പൊ ചുരുക്കി പറഞ്ഞാൽ നമ്മുടെ സ്റ്റോക്ക് മാർക്കറ്റിന് പോസിറ്റീവായ രീതിയിലുള്ള ഒരു ഡേറ്റയാണ് മാർക്കറ്റിൽ വന്നിരിക്കുന്നത്. മാർക്കറ്റ് നമ്മളെ ഗിഫ്റ്റ് നിഫ്റ്റി വെള്ളിയാഴ്ച ക്ലോസ് ചെയ്തിരിക്കുന്നത് 24,042 ഭാഗത്താണ് ഗിഫ്റ്റ് നിഫ്റ്റി ക്ലോസ്. ചുരുക്കി പറഞ്ഞാൽ നമ്മുടെ മാർക്കറ്റ് ക്ലോസ് ചെയ്തിരിക്കുന്ന 23,886 ഗിഫ്റ്റ് നിഫ്റ്റി ക്ലോസ് ചെയ്തിരിക്കുന്ന 24,042 ഭാഗത്ത്. ചുരുക്കി പറഞ്ഞാൽ ഒരു 140ഓളം പോയിന്റ് ഗ്യാപ്പ് അപ്പിലായിരിക്കും നമ്മുടെ മാർക്കറ്റ് നാളേക്ക് ഓപ്പൺ ചെയ്യുന്നത്. വേറെ വേൾഡിന്റെ മാർക്കറ്റിൽ നിന്ന് വേറെ ഒരു പ്രശ്നവും ഒന്നും കൂടെ ഇല്ല എങ്കിൽ നമ്മളൊരു ഗ്യാപ്പ് അപ്പിന്റെ മാർക്കറ്റിൽ കൂടെ ഉണ്ടാകുന്നതാണ്. അത് കൂടാതെ ഒരു നല്ല കിടില ഒരു ബ്രേക്ക് ഔട്ടും കൂടെ ഗിഫ്റ്റിന് തന്നിട്ടുണ്ട്. 24,000 ഈ ഒരു കിടില ഒരു ബ്രേക്ക് ഔട്ടും കൂടെ ആശാൻ തന്നിട്ടുണ്ട്. സോ നിങ്ങൾ നോക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് അറിയാൻ പറ്റും അടിപൊളി ഒരു ബ്രേക്ക് ഔട്ടാണ് ആശാൻ തന്നിരിക്കുന്നത്. ആ ബ്രേക്ക് ഔട്ട് തന്നത് പ്രകാരം നല്ലൊരു മൂവ്മെന്റും വരാനുള്ള ചാൻസ് മാർക്കറ്റിൽ കൂടുതലാണ്. ഇപ്പോൾ നിങ്ങൾ നോക്കുമ്പോൾ പറയും ഫ്ലാഗ് ബ്രേക്ക് ഔട്ടാണ്. സോ 23,400 ഒരു നല്ലൊരു രീതിയിലുള്ള ഒരു ബ്രേക്ക് ഔട്ടാണ്. കൃത്യമായ 1400 പോയിന്റോളം കയറാം. 24,200 മുകളിലൊക്കെ പോകാനുള്ള ചാൻസ് വളരെയധികം കൂടുതലാണ് ഇത് സസ്റ്റെയിൻ ചെയ്ത് നിൽക്കുമെങ്കിൽ. സോ ചുരുക്കി പറഞ്ഞാൽ നമ്മുടെ മാർക്കറ്റ് ഗ്യാപ്പ് അപ്പിലേക്ക് നാളെ ഓപ്പൺ ചെയ്യുന്നത്. വേറെ വേൾഡ് മാർക്കറ്റിന്റെ ഭാഗത്തു നിന്നോ റഷ്യ, ചൈന, ബാക്കിയുള്ള ഇഷ്യൂവിന്റെ ഭാഗത്തു നിന്ന് ഒരു കുന്തവും സംഭവിച്ചിട്ടില്ല എങ്കിൽ നമ്മൾ ഗ്യാപ്പ് അപ്പിലേക്ക് ഓപ്പൺ ചെയ്യാൻ പോകുന്നത് പ്ലസ് 100-110 പോയിന്റ് ഗ്യാപ്പ് അപ്പിലേക്ക് മാർക്കറ്റ് ഓപ്പൺ ചെയ്യാവുന്നത്. സോ നമ്മുടെ വെള്ളിയാഴ്ച നമ്മുടെ റൂമിൽ നമ്മുടെ റൂമിൽ സ്ട്രക്ചർ ട്രേഡിംഗ് എന്ന് പറയുന്നത് നമ്മൾ ഈ ഒരു രീതിയിലാണ് ഡെയിലി കാലത്ത് മോർണിംഗിൽ വരുന്നു. നമ്മൾ കുറെ കാര്യങ്ങൾ ഓപ്പൺ ടൈപ്പ്, എയുടെ ബിയുടെ പീരീഡ് വോളിയം, IB റേഞ്ച്, സി സൈഡ് എക്സ്റ്റൻഷൻ, IB എക്സ്റ്റൻഷൻ ഉണ്ടോ, DE ഫെയിലർ ആണോ, E സക്സസ് ആണോ, ഡേ ടൈപ്പ്, ഇങ്ങനെയുള്ള ഒരു കാര്യങ്ങളൊക്കെ ഡെയിലി ഉള്ള ഒരു റിപ്പോർട്ടുകൾ എഴുതി വെച്ചിട്ടാണ് നമ്മൾ ട്രേഡ് ചെയ്യുന്നത്. കൃത്യമായി പറയുകയാണെങ്കിൽ ഒരു ട്രേഡ് നമ്മൾ കൃത്യമായിട്ട് എടുക്കുമ്പം നമ്മുടെ ട്രേഡുകൾ എല്ലാ രീതിക്കും ഈ ഒരു രീതിക്കാണ് നമ്മൾ ട്രേഡ് ചെയ്യുന്നത്. കഴിഞ്ഞ വെള്ളിയാഴ്ച നമ്മുടെ റൂമിലെ ട്രേഡേഴ്സിന് വേണ്ടിയിട്ട് ഞാൻ കൊടുത്തതെന്ന് പറഞ്ഞാൽ ഹെഡ്ജായ കോംബോ പൊസിഷൻ, അതായത് നിഫ്റ്റിയുടെ കോളും പുട്ടും കൂടെ വാങ്ങിച്ച് ആ രീതിയിൽ റൈഡ് ചെയ്ത് നമ്മൾ വിത്തൗട്ട് റിസ്ക് 71 പോയിന്റ് നമ്മൾ എടുത്തിട്ടുണ്ടായിരുന്നു. 71 പോയിന്റ് ഒരു ലോട്ടിന് നമ്മളിവിടെ ചെയ്യുന്ന മിനിമം 100 ക്വാണ്ടിറ്റിയൊക്കെയാണ് മിനിമം ചെയ്യുന്നത്. സോ നമ്മൾ മിനിമം ഒരു 7,000 പോയിന്റെങ്കിലും 7,000 രൂപയെങ്കിലും പ്രോഫിറ്റ് നമ്മൾ ഒരു ലോട്ട് 100 ക്വാണ്ടിറ്റി ട്രേഡ് ചെയ്യുന്ന ആൾക്കാരൊക്കെ പ്രോഫിറ്റ് എടുത്താൽ ശരിക്കും പറഞ്ഞാൽ ആ രീതിക്കാണ് എല്ലാം ട്രേഡ് ചെയ്യുക. നമ്മൾ മിനിമം നമ്മളെ ഫണ്ട് വാല്യൂ ഇവിടെ തന്നെ 1 ലക്ഷത്തിന് താഴെയുള്ള ആൾക്കാരെ നമ്മുടെ ഗ്രൂപ്പിലില്ല. മിനിമം 2 ലക്ഷം 3 ലക്ഷം ഉള്ളവർ മാത്രമേ നമ്മുടെ ഗ്രൂപ്പിൽ നമ്മൾ ട്രേഡ് ചെയ്യാനുള്ളൂ. സോ ആ രീതിക്കാണ് നമ്മൾ നമ്മുടെ ഡേ സ്ട്രക്ചർ ഇങ്ങനെയാണ് പ്ലാൻ ആയിട്ട് ഓരോ വഴിയിൽ പോകുന്നതോടെ നമ്മൾ വ്യക്തമായി മാർക്ക് ചെയ്ത് നമ്മൾ കാര്യങ്ങൾ എഴുതി പോയി അതിനെ ഐഡന്റിഫൈ ചെയ്യാനാണ് നമ്മൾ നോക്കുന്നത്. അപ്പൊ ചുരുക്കി പറഞ്ഞാൽ നമുക്ക് നോക്കേണ്ടത് കഴിഞ്ഞ വെള്ളിയാഴ്ച നമ്മുടെ നിഫ്റ്റി മാർക്കറ്റ് പറയുകയാണെങ്കിൽ നിഫ്റ്റി കൃത്യമായിട്ട് പറയുകയാണെങ്കിൽ നിഫ്റ്റി ഒരു ട്രെൻഡ് ഡേ ആയിരുന്നു. നിഫ്റ്റി ഒരു ട്രെൻഡ് ഡേ ആയിരുന്നു. POC മുകളിലേക്ക് മെർജ് ചെയ്യാൻ 23,577 ഭാഗത്താണ് POC നിൽക്കുന്നത്. ട്രെൻഡ് ഡേ വന്ന് എഫിന് G കട്ട് ചെയ്തു, GH കട്ട് ചെയ്തു, Hന് I കട്ട് ചെയ്തു, J കട്ട് ചെയ്തു, JK കട്ട് ചെയ്തു, KL കട്ട് ചെയ്തു. അങ്ങനെ പറയണമെങ്കിൽ ലാസ്റ്റ് ചെറിയൊരു പ്രോഫിറ്റ് ബുക്കിംഗ് ഉണ്ടായെങ്കിൽ കൂടി ഒരു ട്രെൻഡ് ഡേ സ്ട്രക്ചറാണ് നിഫ്റ്റിക്കുള്ളത്. നമ്മുടെ POC നിൽക്കുന്ന 23,577 ഭാഗത്തും BWAP നിൽക്കുന്ന 23,684 ഭാഗത്തുമാണ്. അപ്പൊ ചുരുക്കി പറഞ്ഞ മാർക്കറ്റിന് കയറി നല്ല രീതിയിൽ ക്ലോസ് ചെയ്യാൻ പറ്റിയായിരുന്നു. അപ്പൊ നമുക്ക് വ്യക്തമായി ആ ലെവലൊക്കെ ഒന്ന് മാർക്ക് ചെയ്യാം. നമുക്ക് ട്രേഡ് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കണമല്ലോ. അപ്പൊ ലെവല് മാർക്ക് ചെയ്യാതെ നമുക്ക് ട്രേഡ് ചെയ്യാൻ പറ്റില്ല. അപ്പൊ 23,577 നമ്മളെ സംബന്ധിച്ചുള്ള POC.
സോ 23,577 നമ്മുടെ POC. ഞാൻ ആ POC ഒന്ന് മാർക്ക് ചെയ്യാൻ പറഞ്ഞു. POC. സോ നമ്മൾ മാർക്ക് ചെയ്തു, POC മാർക്ക് ചെയ്തു 23,577. ഇനി നമുക്ക് നോക്കേണ്ട 684 VWAP. സോ VWAP വലിയ 23,000 VWAP എന്ന് പറയുമ്പോൾ 23,684. ഇതാണ് നിങ്ങൾ നോക്കുമ്പോൾ നിങ്ങൾക്ക് അറിയാൻ പറ്റും നമ്മുടെ ഇത് ഈ ഒരു പച്ച കളർ എന്ന് പറഞ്ഞാൽ നമ്മളെ ഈ VWAP ആണ്. അതാണ് ട്രേഡിംഗ് വ്യൂ VWAP. കണ്ടോ, ട്രേഡിംഗ് വ്യൂലെ VWAP എന്ന് പറഞ്ഞാൽ 704 ഭാഗത്താണ് വന്നേക്കുന്നത്. നമ്മുടെ VWAP വന്നേക്കുന്നത് 600. അപ്പൊ കുറച്ച് ഡിഫറൻസ് ഉണ്ട്. അതാണ് നമ്മൾ ഉപയോഗിക്കുന്ന ആ ഒരു സോഫ്റ്റ്വെയറിന്റെ ക്വാളിറ്റിയും ഡേറ്റയുടെ ക്വാളിറ്റി തമ്മിലുള്ള വ്യത്യാസമാണ്. അപ്പോൾ 23,684 നമ്മുടെ ഏതാണ് VWAP, 23,577 POC. ട്രെൻഡ് ഡേ ആയിരുന്നു. നിഫ്റ്റി വെള്ളിയാഴ്ച സംഭവിച്ചത് ട്രെൻഡ് ഡേ ആയിരുന്നു. ഇനി നമുക്ക് നോക്കുകയാണെങ്കിൽ നമ്മളെ ബുള്ളിഷ് റെഫറൻസ് എന്ന് പറയുമ്പോൾ ഈ പറഞ്ഞ 23,000 ഒരു വ്യക്തമായി ഓർത്തോളൂ, 23,950 എന്നെ സംബന്ധിച്ചുള്ള ബുള്ളിഷ് റെഫറൻസ്. 23,950. സോ 23,950 ആണ് എന്നെ സംബന്ധിച്ചുള്ള നിഫ്റ്റിയിലെ ബുള്ളിഷ് റെഫറൻസ്. ഒരു കൃത്യമായി ഓർത്തോളൂ, 23,950 ആണ് നമ്മുടെ ബുള്ളിഷ് റെഫറൻസ്. അതിന് മുകളിൽ മാത്രമേ ഞാൻ ബൈ എടുക്കുള്ളൂ. സോ അതിന് മുകളിൽ നിൽക്കുകയാണെങ്കിൽ ഫസ്റ്റ് ടാർഗറ്റ് എന്ന ഇതിൽ എങ്ങോട്ട് പോവാം? ഫസ്റ്റ് ടാർഗറ്റ് ഈ ഒരു ഇതാണ് 24,011 എന്ന് പറഞ്ഞ ഈ ഒരു HVN സോൺ. എത്രയാണ്? 24,011. ഫസ്റ്റ് എത്രയാണ്? 26 എന്ന് പറയുമ്പോൾ 24,011. 24,011 ഫസ്റ്റ്. അതിനുശേഷം വരാൻ പോകുന്ന R2 എവിടെയാണ്? അടുത്ത വരാൻ പോകുന്നത് R2 എന്ന് പറയുമ്പോൾ കൃത്യമായി പറയുകയാണെങ്കിൽ R2 എന്ന് പറയുമ്പോൾ 24,011 കഴിഞ്ഞ് അടുത്ത വരാൻ പോകുന്നത് ഈ 24,097. 24,097. 24,097 നമ്മുടെ R2. ഓക്കെ, R2 24,097. R3 എന്ന് പറയുന്നത് മുകളിലോട്ട് പോകുമ്പോൾ ഓർത്തോളുക, R3 എന്ന് പറഞ്ഞാൽ 24,168. 24,168 ഈ ഒരു സിംഗിൾ പ്രിന്റുമാണ് നമ്മുടെ R3. എത്രയാണ്? R3 24,168. ക്ലിയർ ആയല്ലോ? R3 എന്ന് പറയുമ്പോൾ 24,168. ക്ലിയർ. ഇനി അവിടെ നോക്കേണ്ട, ഇനി നമുക്ക് നോക്കേണ്ട താഴേക്ക് വരുമ്പോൾ ആദ്യത്തെ ഒരു സപ്രസ് പറഞ്ഞാൽ ഒരു വ്യക്തമായ രീതിയിൽ പറയണമെങ്കിൽ 23,798 ആണ് നമ്മളെ സംബന്ധിച്ചുള്ള ബെയറിഷ് റെഫറൻസ്. 23,798 ആണ് ബെയറിഷ് റെഫറൻസ്. കൃത്യമായിട്ട് ഓർത്തോളൂ, ആ ബെയറിഷ് റെഫറൻസ് അതാണ്. അതിന് താഴെ മാർക്കറ്റ് വരികയാണെങ്കിൽ എങ്ങോട്ട് പോവാം? താഴേക്ക്. ഫസ്റ്റ് ടാർഗറ്റ് എന്ന രീതിയിൽ 23,700 തൊട്ട് താഴെ. അടുത്ത വരാൻ പോകുന്നത് 23,730. ആ S1 എന്ന് പറഞ്ഞാൽ 23,730. 23,730. 23,730. അതിന് താഴെ വരാൻ പോകുന്ന അടുത്താണ് S2. എന്താണ്? ഈ VWAP ആൻഡ് S2. VWAP ആൻഡ് S2 ഓർത്തുകൊള്ളത്തോളൂ. അതിന് താഴെ ഇത്. അതിന് താഴെ POC ആൻഡ് S3. ഓർക്കോളൂ, POC ആൻഡ് S3. ഇതാണ് നമ്മുടെ നിഫ്റ്റിയുടെ ഈ വരാൻ പോകുന്ന മൺഡേയിൽ നാളത്തെ കാര്യത്തിന്റെ ഏറ്റവും വലിയ ഇമ്പോർട്ടന്റ് ആയ ഒരു റെഫറൻസ് ഏരിയ ഇതാണ്. സോ മാർക്കറ്റ് 950 മുകളിൽ പോയാൽ 24,011, 24,97, 24,168. ഇനി താഴെ 798 പൊട്ടുകയാണെങ്കിൽ 730, 684, 575 എന്ന് പറഞ്ഞ രീതിയിലേക്ക് താഴോട്ട് വരാനുള്ള ചാൻസ് വളരെയധികം കൂടുതലാണ്. അപ്പൊ നമുക്കിനി അടുത്ത നോക്കുകയാണെങ്കിൽ എന്താണ്? ബാങ്ക് നിഫ്റ്റിയുടെ ലെവൽ. സോ നിഫ്റ്റിയെ കാട്ടിയും ബാങ്ക് നിഫ്റ്റി കഴിഞ്ഞ വെള്ളിയാഴ്ച ഒരു നോർമൽ വേരിയേഷൻ അപ്പ് ഡേ ആണ്. POC മുകളിലേക്ക് ബെർജ് ചെയ്തു. ഓൾമോസ്റ്റ് POCയുടെ അടുത്തൊക്കെ തന്നെ നമ്മൾ ക്ലോസ് ചെയ്തിരിക്കണം. സോ ബാങ്ക് നിഫ്റ്റി ആണെങ്കിൽ ട്രെൻഡ് ഡേ അപ്പ് ആണെങ്കിൽ ബാങ്ക് നിഫ്റ്റി നോർമൽ വേരിയേഷൻ ഡേ അപ്പാണ്. ബാങ്ക് നിഫ്റ്റി എന്താണ് വ്യക്തമായി പറയുകയാണെങ്കിൽ നോർമൽ വേരിയേഷൻ അപ്പാണ്. അപ്പം ബാങ്ക് നിഫ്റ്റിയുടെ POC നിൽക്കണ 51,005 ആണ് POC. ബാങ്ക് നിഫ്റ്റിയുടെ POC ഇവിടെ പറഞ്ഞത് POC വരുന്നത് 51,005. അത് നിങ്ങൾ വ്യക്തമായി മാർക്ക് ചെയ്ത് വെച്ച് വയ്ക്കുക. സോ ആ POC വന്നു 51,005. VWAP എന്ന് പറയുമ്പോൾ VWAP നിൽക്കുന്നത് ബാങ്ക് നിഫ്റ്റിയുടെ VWAP നിൽക്കേണ്ട ഭാഗം എന്ന് പറഞ്ഞാൽ 950. അപ്പൊ അതിനടുത്തായതുകൊണ്ട് ഞാൻ അതിന് ഒന്ന് ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത്. സോ 54,005 ആണ് ഇത്. 51,300 എന്നെ സംബന്ധിച്ചുള്ള ഏറ്റവും വലിയ ബുള്ളിഷ് റെഫറൻസ്. സോ ബാങ്ക് നിഫ്റ്റി സംബന്ധിച്ച് 51,300 ബുള്ളിഷ് റെഫറൻസ്. നമ്മൾ ഓർത്തോളാം, ബുള്ളിഷ് റെഫറൻസ് എന്ന് പറയുമ്പോൾ 51,300. അതിന് മുകളിൽ മാത്രമേ നിങ്ങൾ ബാങ്ക് നിഫ്റ്റിയെ ബൈയെ കുറിച്ച് ചിന്തിച്ചായി. സോ അതിന് മുകളിലാണെങ്കിൽ 56,300 മുകളിൽ നിൽക്കുകയാണെങ്കിൽ 51,000
460. ഫസ്റ്റ് ടാർഗറ്റ് 51,460. എത്രയാണ്? 51,460 പോവാനും സ്വിച്ച് 460. അതിന് മുകളിൽ നിൽക്കുമ്പോൾ സെക്കൻഡ് ടാർഗറ്റ് എന്ന എങ്ങോട്ട് പോവാം? 51,655, 51,655 നമ്മളെ സംബന്ധിച്ചുള്ള R2. അതിന് മുകളിൽ നിൽക്കുകയാണെങ്കിൽ എങ്ങോട്ട് പോവാം? 655 മുകളിൽ നിൽക്കുകയാണെങ്കിൽ അടുത്ത വരാൻ പോകുന്ന 51,805 എന്ന് പറഞ്ഞാൽ ഈ ഒരു സിംഗിൾ പ്രിന്റ് ഭാഗത്തേക്ക്. സോ 51 R3 എന്ന് പറയുമ്പോൾ 51,805 ഈ ഒരു ലെവലിലേക്ക് മാർക്കറ്റ് പോകാനുള്ള ചാൻസ് വളരെയധികം കൂടുതലാണ്. ഇനി താഴോക്ക് പോകുമ്പോൾ 51 ഞാൻ നമ്മളെ ബെയറിഷ് റഫറൻസ് എന്ന് പറയുമ്പോൾ ഞാൻ വിവാപ്പിന്റെ ഭാഗം ഞാൻ വയ്ക്കുകയാണ്. എന്താണ് ഈ 50,869 എന്നെ സംബന്ധിച്ചുള്ള ബെയറിഷ് റഫറൻസ്. സോ 50,869 ആണ് എന്നെ സംബന്ധിച്ചുള്ള ബെയറിഷ് റഫറൻസ്. അവിടുത്തെ HBN സോൺ അതാണ്. അവിടെ താഴെയാണ് കുറച്ച് ബൈങ് വന്നത്. അപ്പൊ അതുകൊണ്ടാണ് ഞാൻ ബെയറിഷ് റഫറൻസ് അവിടെ വെച്ചത് 50,869. സോ 50,869 പൊട്ടുകയാണെങ്കിൽ ഫസ്റ്റ് വരാൻ പോകുന്ന ടാർഗറ്റ് എന്ന് പറഞ്ഞാൽ 50,720. എത്രയാണ് ഫസ്റ്റ് ടാർഗറ്റ് എന്ന് പറഞ്ഞാൽ? 50,720. ഫസ്റ്റ് S1 എന്ന് പറയുമ്പോൾ 50,720 അത് വെച്ചു. അതിന് താഴെ അടുത്ത വരാൻ പോകുന്നത് എത്രയാണ്? 50,600 അല്ല, ഇത് കൃത്യമായി പറയണമെങ്കിൽ 50,643. സെക്കൻഡ് ടാർഗറ്റ് 50,620. സോ ആ സിംഗിൾ പ്രിന്റിന്റെ ഭാഗം 50,620 അതാണ് ഏറ്റവും വലിയ ഇമ്പോർട്ടന്റ് ആയ S2 അവിടെയാണ്. അതിന് താഴെ വരുമ്പോൾ അടുത്ത വരുന്ന ഏതാണ്? അടുത്ത വരുന്നത് നേരെ നമുക്ക് നോക്കുമ്പോൾ നമ്മൾ അടുത്ത വരുന്ന ഏരിയ എന്ന് പറഞ്ഞാൽ ഇതാണ് ഈ സിംഗിൾ 50,518. കൃത്യമായി ആയാലും നമ്മൾ ഓപ്പണിംഗ് പ്രൈസ് 50,518. ഇതാണ് നമ്മളെ ബാങ്ക് നിഫ്റ്റി ഒരു ലെവല്. കൃത്യമായി ഓർത്തോളുക. മാർക്കറ്റ് ഈ ഭാഗത്തിൽ നിന്ന് കളിക്കാനുള്ള ചാൻസ് ആയിരിക്കും ഞാൻ കൂടുതൽ കാണുന്നത്. സോ 50,869 പൊട്ടുകയാണെങ്കിൽ 720, 620, 518. 51,300 മുകളിലാണെങ്കിൽ 51,460, 51,655, 51,805 ഡിഗ്രിയിലേക്ക് പോകാനുള്ള ചാൻസ് ബാങ്ക് വളരെയധികം കൂടുതലാണ്. സോ ഇത് ലെവൽ മാർക്ക് ചെയ്യുക, 5 മിനിറ്റ് സ്റ്റാർട്ട് എടുക്കുക, ട്രേഡ് ചെയ്യുക. ട്രേഡ് ചെയ്യാൻ നിങ്ങൾക്ക് എന്തെങ്കിലും ഹെൽപ്പ് വേണമെങ്കിൽ നമ്പറിൽ ബന്ധപ്പെടുക, ഞാൻ നിങ്ങളെ ഹെൽപ്പ് ചെയ്യാം. സോ എല്ലാവർക്കും നല്ലൊരു ശുഭ ഞായറാഴ്ച നേർന്നുകൊണ്ട് ഈ വീഡിയോയിൽ നിന്ന് ഞാൻ സൈൻ ഓഫ് ചെയ്യുന്നത് നിങ്ങളുടെ സ്വന്തം വിഷ്ണുഗുപ്തൻ. വീഡിയോ കാണുക, ലൈക്ക് ചെയ്യുക, കമന്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ടേക്ക് കെയർ ആൻഡ് ഹാപ്പി സൺഡേ.